നിബോഷ് GIC-1 എക്സാമിന് ശേഷം ക്ലോസിംഗ് ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ സെഷനിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ പറയാം. ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ എഴുതുന്ന എല്ലാ ആളുകളും മിനിമം വായിക്കേണ്ട അല്ലെങ്കിൽ അറിയേണ്ട ഒരു ഗൈഡ് ഉണ്ട്, നെബോഷിൻ്റെ ഒഫീഷ്യൽ ഗൈഡ്. 2026 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഗൈഡാണ്. അപ്പോൾ ആ ഗൈഡിൽ ലേണേഴ്സ് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്ലോസിംഗ് ഇൻ്റർവ്യൂ. അപ്പോൾ ക്ലോസിംഗ് ഇൻ്റർവ്യൂവിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, അത് മലയാളത്തിൽ പറയാൻ പറ്റുമോ, ആരാണ് ക്ലോസിംഗ് ഇൻ്റർവ്യൂ നടത്തുന്നത്, ക്ലോസിംഗ് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് അറിയുന്നത് തുടങ്ങി ഒരുപാട് ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് ആൻസർ പറയലാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അറ്റ് ദി എൻഡ് ഓഫ് ദി വീഡിയോ എന്താണ് ക്ലോസിംഗ് ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ടിപ്പിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ സ്കെലിട്ടൺ, ഏത് രൂപത്തിലായിരിക്കും ഈ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലൈവിലിരിക്കുന്നവരോട് ഈ റെക്കോർഡിങ്ങിലല്ലാതെ നമുക്ക് ഈ പെർട്ടിക്കുലർ മന്തിലെ ക്വസ്റ്റ്യൻസിലേക്ക് കൂടെ നമുക്ക് എന്ത് ചെയ്യണം, നോക്കണം. ഓക്കെ, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവുക എന്നുള്ളത്. ബട്ട് അത് ലേറ്റർ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവില്ല. എന്തായാലും ഈ ക്ലോസിംഗ് ഇൻ്റർവ്യൂയുടെ പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ IG-1 അല്ലെങ്കിൽ GIC-1 എക്സാം എഴുതിയത് എന്ന് ചെക്ക് ചെയ്യലാണ്. അതായത് നെബോഷിന് പല മെക്കാനിസം ഉണ്ട്, മാൽ പ്രാക്ടീസ് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനായിട്ട്. അതിൽപ്പെട്ട ഒന്നാണ് ടേണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാജരിസം സോഫ്റ്റ്വെയർ നിബോഷ് എക്സാമിനേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ GIC-1 എക്സാമിനും GIC-2 എക്സാമിനും ടേണിറ്റിന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടേണിറ്റിൽ നിങ്ങൾ വർക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സിമിലർ റിപ്പോർട്ടുകൾ ഉണ്ടാക്കും മറ്റ് വർക്കുമായിട്ട് കമ്പയർ ചെയ്തിട്ട്. അതേപോലെ തന്നെ ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ടും സിമിലാരിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കും. ആ സിമിലാരിറ്റി റിപ്പോർട്ട് നിശ്ചിത ത്രഷോൾഡിനേക്കാൾ മുകളിലാണെങ്കിൽ നിങ്ങൾ മാൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്ന് സസ്പെക്റ്റ് ചെയ്യും. ആ സസ്പെക്റ്റിൻ്റെ പുറത്ത് നെബോഷ് ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ആ ഇൻവെസ്റ്റിഗേഷനെ ശേഷം ഒരു ഔട്ട്പുട്ട് ഉണ്ടാകും. അതൊരു പക്ഷേ നിങ്ങളെ ബാനാക്കലാവും, ഒരു പക്ഷേ നിങ്ങൾക്ക് 0 മാർക്ക് തരലാവും, ഒരു പക്ഷേ നിങ്ങൾ ഇന്നസെൻ്റ് ആണ്, നിങ്ങളുടെ റിസൾട്ട് പാസ്സായിട്ട് വരലാവും. എന്താണെങ്കിലും ഇതാണ് ഒരു കാര്യം, ടേണിറ്റിൻ സോഫ്റ്റ്വെയർ. മറ്റൊരു കാര്യമാണ് ക്ലോസിംഗ് ഇൻ്റർവ്യൂ. ക്ലോസിംഗ് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഇൻ്റർവ്യൂവർക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ എഴുതിയ ആൻസർ നിങ്ങൾ തന്നെയാണോ എഴുതിയത്, അതല്ല മറ്റ് ഔട്ട്സൈഡ് അസിസ്റ്റൻസ് വല്ലതും നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളത്. ഈ ക്ലോസിംഗ് ഇൻ്റർവ്യൂ ഒരു 10-15 മിനിറ്റിൻ്റെ കേസ് മാത്രമേ ഉള്ളൂ. ഇത് ആരും പേടിക്കേണ്ട ഒരു സംഗതിയേ അല്ല. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 10-15 മിനിറ്റിൻ്റെ ഒരു ഇൻഫോർമൽ ചാറ്റാണ്. പക്ഷേ ഇതിന് എന്ത് ടൈപ്പ് ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത് എന്നുള്ളതും നിങ്ങൾ എങ്ങനെയാണ് ഇതിന് പ്രിപ്പയർ ആകേണ്ടത് എന്നുള്ളതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരു കാര്യം, ഈ ക്ലോസിംഗ് ഇൻ്റർവ്യൂവിന് മാർക്ക് ഇല്ല, നമ്മളത് പറയും. പക്ഷേ ഇത് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങളെ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ്റെ മാർക്ക് റിലീസ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ഓപ്പൺ ബുക്ക് ഈ ക്ലോസിംഗ് ഇൻ്റർവ്യൂ മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുമോ? അതിൻ്റെ ആൻസർ ഇല്ല എന്നുള്ളതാണ് കാര്യം. നിങ്ങളുടെ എക്സാം മീഡിയം എന്താണോ അത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് നിങ്ങൾ എക്സാം എഴുതിയെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ മാത്രമേ ക്ലോസിംഗ് ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്യാനായിട്ട് പറ്റൂ. ക്ലോസിംഗ് ഇൻ്റർവ്യൂ അത് റെക്കോർഡ് ചെയ്യും. ഈ റെക്കോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് സൂക്ഷിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ക്ലോസിംഗ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ റെക്കോർഡിങ് സൂക്ഷിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ടിന് എബോഷ് ആവശ്യപ്പെടുന്ന സമയത്ത് ഒരു പക്ഷേ ഈ റെക്കോർഡിങ് ഷെയർ ചെയ്യുകയും ഓഡിറ്റിങ്ങിൻ്റെ സമയത്ത് ഒരു പക്ഷേ ഷെയർ ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇതിനോടൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, അറിയാത്തവരോടായിട്ട് നിങ്ങളുടെ ID കാർഡ് നിങ്ങൾ തയ്യാറാക്കി വെക്കണം. ആധാർ കാർഡോ ലൈസൻസോ നാഷണൽ ID-യോ പാസ്പോർട്ടോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ നെബോഷിൻ്റെ രജിസ്ട്രേഷൻ്റെ സമയത്ത് കൊടുത്തിട്ടുള്ള IDs ആണ് തയ്യാറാക്കി വെക്കേണ്ടത്. അത് ഒറിജിനൽ ID ഡാറ്റയൊക്കെ മാച്ച് ആവുന്ന ഒരു ഫോട്ടോ ID ആണ് ഉണ്ടായിരിക്കേണ്ടത്. ആ ഫോട്ടോ ID എക്സാമിനർ അല്ല ഇൻ്റർവ്യൂയുടെ സമയത്ത് ചെക്ക് ചെയ്യും. ഞാനതിലേക്ക് വരാം. ഇതിന് പ്രിപ്പയർ ആവുന്ന രീതി ഞാൻ പറഞ്ഞു, ഇതൊരു 10-15 മിനിറ്റിൻ്റെ കേസേ ഉള്ളൂ. ഇതിന് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ഏതെങ്കിലും വലിയ ഡോക്യുമെൻറ്റുകളോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ടെക്നിക്സുകളോ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പയറ്റേണ്ട. നിങ്ങൾ ആകെ അറിയേണ്ടത്
ഞാൻ പറയുമ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ അറിയേണ്ടത്. ഒന്ന്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ, അതിനോടകം സിനാരിയോ. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള സിനാരിയോ ആൻഡ് ടാസ്ക്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എഴുതിയ ആൻസർ പേപ്പർ, ആൻസറും. ഇത് രണ്ടും മാത്രമാണ് നിങ്ങൾ അറിയേണ്ടത്. ജസ്റ്റ് 10-15 മിനിറ്റിൻ്റെ കേസേ ഉള്ളൂ. അതിൽ തന്നെ ചിലപ്പോൾ ഒരു 3-4 മിനിറ്റ് ഇൻട്രൊഡക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. പിന്നെ ചോദിക്കുന്നത് 3 ടാസ്കുകൾ മാത്രമായിരിക്കും. ഓരോ ടാസ്കിനും ഒരു 2-3 മിനിറ്റ് വെച്ച് നിങ്ങൾ ആൻസർ പറഞ്ഞാൽ തന്നെ ഈ 10-15 മിനിറ്റ് കഴിയും. അത്രയേ ഉള്ളൂ. ചോദ്യം ചോദിക്കാനും ആൻസർ പറയാനൊക്കെ ഉള്ള സമയം അത്രയേ ഉള്ളൂ. ഒരു ഡീപ്പ് നോളജ് ചെക്കിംഗ് അല്ല ഇവിടെ നടക്കുന്നത് എന്നൊക്കെ. ഞാൻ എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആ സമയം അൺമ്യൂട്ട് ചെയ്യാം. ദെൻ നിങ്ങൾ ഈ ഇൻ്റർവ്യൂ നടക്കേണ്ടത് ഒരു പ്രൈവറ്റ് റൂമിലായിരിക്കണം. ഈ ഗൈഡിൽ, ഈ നെബോഷിൻ്റെ ഒഫീഷ്യൽ ഗൈഡിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളൊരു പ്രൈവറ്റ് റൂമിലായിരിക്കണം. റൂം ഈ ഇൻ്റർവ്യൂവർക്ക് പരിപൂർണമായിട്ട് കാണിച്ചു കൊടുക്കണം. ആദ്യം ID കാണിക്കണം, പിന്നെ റൂം കാണിക്കണം. ഞാൻ അതിലേക്ക് വരാം. റൂം കാണിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? റൂം ഡോറ് കാണുന്ന രൂപത്തിലായിരിക്കണം ക്യാമറ ഫിക്സ് ചെയ്യേണ്ടതെന്നാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. കാര്യം നിങ്ങൾ റൂം ഷോക്കേസ് ചെയ്തതിന് ശേഷം മറ്റാരെങ്കിലും റൂമിലേക്ക് വരുന്നത് ഇൻ്റർവ്യൂവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ എവിഡൻസും ഇൻ്റർനെറ്റും ഡിവൈസും എല്ലാം ഓക്കെയാണ്, എല്ലാം അവൈലബിൾ ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറോ നിങ്ങളുടെ ആൻസർ പേപ്പറോ നിങ്ങളുടെ മറ്റെന്തെങ്കിലും ഡിവൈസസുകളോ യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ, ഇൻ്റർവ്യൂയുടെ ടൈമും ഇൻ്റർവ്യൂയുടെ ഡേറ്റും നിങ്ങൾ നിങ്ങളുടെ ലേണിംഗ് പാർട്ട്ണറോട് നേരത്തെ തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. ടൈം ഡിഫറൻസ് നിങ്ങൾ പ്രത്യേകം പരിഗണിക്കുക. കാര്യം ഇൻ്റർവ്യൂ ചിലപ്പോൾ ഇന്ത്യൻ ടൈമിൽ പറയും, നിങ്ങൾ UAE ടൈമിലായിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ഒരു കേസ് പലപ്പോഴും വരാറുണ്ട്. എത്ര ആളുകളോട് പറഞ്ഞാലും ആ ഒരു കേസ് ബാക്കിയായിട്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്തുനിന്ന് വരുന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുന്നിടത്തുണ്ടാവുന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. വാട്ടെവർ, അത് പലപ്പോഴും പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഈ 2026 ജൂൺ എക്സാമിന് ഒരു കാൻഡിഡേറ്റ് UAE ടൈം 4:30 എക്സാം തീരുന്നത് പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ടൈം 3:30, 4:30 അല്ല, 3:30 AM എക്സാം തീരുന്നത് പറഞ്ഞാണ്ട് വെയിറ്റ് ചെയ്തിരിക്കാം. UAE ടൈം യഥാർത്ഥത്തിൽ ഇന്ത്യൻ ടൈമാണ് 3:30 AM തീരുന്നത്. UK ടൈം രാവിലെ 11 മണിക്കാണ് എക്സാം ഫിനിഷ് ചെയ്യുന്നത്. പക്ഷേ ആളുകൾ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് എക്സാം സബ്മിറ്റ് ചെയ്തത് 45 മിനിറ്റ്സ് ലേറ്റ് ആയിട്ടാണ്. ഓക്കെ, ബട്ട് സബ്മിഷൻ സക്സസ്ഫുൾ ആയി. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്, ലേറ്റ് സബ്മിഷനും കൂടി ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സർവറൊക്കെ ഫസ്റ്റിലൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഡിലേ ഉണ്ടാവും. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ ടൈം കൊടുക്കുക. അതെല്ലാ സമയത്തും എല്ലായ്പ്പോഴും കിട്ടുന്ന ഉറപ്പൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും എക്സാം ഫ്യൂച്ചറിൽ എഴുതുമ്പോൾ അത് ലേറ്റായി സബ്മിറ്റ് ചെയ്താലും ആക്സെപ്റ്റ് ചെയ്യുന്ന പറഞ്ഞ് വെയിറ്റ് ചെയ്താൽ ഒരുപക്ഷെ അവർ റിജക്റ്റ് ചെയ്തേക്കാം. വാട്ടെവർ, നിങ്ങളുടെ ടൈം വളരെ പ്രധാനപ്പെട്ടതാണ്. രാജ്യത്തിൻ്റെ ടൈം ഏതാണെന്ന് നോക്കുക. ഇനി ഇൻ്റർവ്യൂ നടക്കുന്ന ഫോർമാറ്റ്, ആദ്യം ഇൻ്റർവ്യൂവർ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തരും. എന്താണ് ഇൻ്റർവ്യൂയുടെ പർപ്പസ് എന്നും ഇൻ്റർവ്യൂ ആരാ നടത്തുന്നതെന്നും ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണെന്നും പറഞ്ഞുതരും. അതിനുശേഷം നിങ്ങൾ ഐഡൻറ്റിഫിക്കേഷൻ കാണിച്ചു കൊടുക്കും. അതിനുശേഷം നിങ്ങൾ അയാൾക്ക്, ഇൻ്റർവ്യൂവർക്ക് നിങ്ങളുടെ റൂം കാണിച്ചു കൊടുക്കും. എന്നിട്ടാണ് ഇൻ്റർവ്യൂയുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ക്വസ്റ്റ്യൻസാണ് ചോദിക്കുക. ആ ക്വസ്റ്റ്യൻസ് ഏത് രൂപത്തിലാവുന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഈ ഇൻ്റർവ്യൂയുടെ അവസാനം ഇതിൻ്റെ റിസൾട്ടോ ഫീഡ്ബാക്കോ ഒന്നും തരില്ല. ചില ആളുകൾ ചോദിക്കലുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ. നമ്മൾ ഭയങ്കര കാഷ്വലായിട്ട് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ, ഞാൻ അപ്രൂവ്ഡ് ഇൻ്റർവ്യൂവർ ആയിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പല ആളുകളും ചോദിക്കും, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ. അപ്പോൾ നമ്മൾ പറയാം, അത് ഇൻ്റർവ്യൂയുടെ ഈ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളാണോ എക്സാം എഴുതിയത് അല്ലെന്ന് ചെക്ക് ചെയ്യலாம். അപ്പോൾ അതിന് ഇൻ്റർവ്യൂവേഴ്സിന് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ആ റിപ്പോർട്ടിൽ സാറ്റിസ്ഫാക്ടറി ആയിട്ടുണ്ടോ ഈ ചോദ്യങ്ങളുടെ റെസ്പോൺസ് എന്നുള്ളത് മാത്രമാണ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അത് സാറ്റിസ്ഫാക്ടറി ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞാൽ ഓക്കെ. ഇനി സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ അതെന്തുകൊണ്ട് എന്നുള്ളത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. അതിനുശേഷമാണ് ഈ മാൽ പ്രാക്ടീസ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ അബോഷൻ. സോ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ IG1 അല്ലെങ്കിൽ IC1 റിസൾട്ട് പബ്ലിഷ് ചെയ്യും. ഇനി അത് എന്താണോ ബോഷ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ടൈം സ്കെയിൽ, അതിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് ഈ റിസൾട്ട് വരിക. ഇനി അത് കഴിഞ്ഞ് സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ നെബോഷ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് നെബോഷ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും, മെയിൽ ചെയ്യും.
അപ്പം നിങ്ങളുടെ മെയിൽ ഇൻബോക്സും സ്പാം ബോക്സും നിങ്ങൾ സ്ഥിരമായിട്ട് ചെക്ക് ചെയ്യുക. ചില കാൻഡിഡേറ്റ്സ് ഒക്കെ ഉണ്ട്, അവർ മെയിലുമായിട്ടൊന്നും അധികം ബന്ധമില്ലാത്ത ആളുകളായതുകൊണ്ട് അവർ എല്ലാവരുടെയും റിസൾട്ട് വന്നതിൻ്റെ റിസൾട്ട് മാത്രം വന്നില്ല എന്ന് പറയുമ്പോഴാണ് പിന്നെ അയാൾ നെബോഷിൻ്റെ മെയിൽ വല്ലതും സ്പാം ബോക്സിൽ കിടക്കുന്നുണ്ടോ ഇൻബോക്സിൽ കിടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും സ്പാം ബോക്സും ഇൻബോക്സും റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ നെബോഷിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും കമ്മ്യൂണിക്കേഷനും എല്ലാം വരുന്നത് നിങ്ങളുടെ മെയിൽ ത്രൂ മാത്രമായിരിക്കും. നിങ്ങളുടെ മൊബൈൽ നമ്പറോ നിങ്ങളുടെ അഡ്രസ്സോ ഒന്നും നെബോഷിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഇമെയിൽ, രജിസ്റ്റേർഡ് ഇമെയിലാണ് എല്ലാത്തിൻ്റെയും കോർ പോയിന്റ് അല്ലെങ്കിൽ സെൻട്രൽ പോയിന്റ്. സോ അതിലായിരിക്കും നിങ്ങളുടെ എല്ലാ കമ്മ്യൂണിക്കേഷനും വരുന്നുണ്ടായിരിക്കുക. അത് ചെക്ക് ചെയ്യാം. ഇനി ഇങ്ങനെ സസ്പെക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. അങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, അവർ മാൽ പ്രാക്ടീസ് നടത്തുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ നിങ്ങളുടെ എക്സ്പ്ലനേഷൻ കൂടി കൺസിഡർ ചെയ്യും. അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഔട്ട്പുട്ട് ശേഷം തരും. ഇൻ്റർവ്യൂവിന് മാർക്ക് കിട്ടുമോ? ചില ആളുകൾ ചോദിക്കുക, എനിക്ക് മാർക്ക് കൂടാൻ ഈ ഇൻ്റർവ്യൂ കാരണമാവോ എന്നുള്ളത്. എൻ്റെ യൂട്യൂബ് കമൻറ്റിലാണ് തോന്നുന്നത് ആരോട് ചോദിച്ചിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് നല്ല ടേംസിലല്ല, അതുകൊണ്ട് അവർ മാർക്ക് കുറക്കാൻ ചാൻസ് ഉണ്ടോ ക്ലോസിങ് ഇൻ്റർവ്യൂവിൽ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ക്ലോസിങ് ഇൻ്റർവ്യൂവിൽ എന്തെങ്കിലും പണി കൊടുക്കാൻ ചാൻസ് ഉണ്ടോ എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനത്തെ കേസൊന്നുമില്ല. കാര്യം ഇതെല്ലാം റെക്കോർഡ് എവിഡൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയാ ആൾ നല്ല രീതിയിലല്ല പെർഫോം ചെയ്തത് എന്ന് പറയുമ്പോൾ യു ഹാവ് ഗോട്ട് ദ എവിഡൻസ്. നിങ്ങൾക്ക് പറയാം, നെബോഷിലേക്ക് ഡയറക്റ്റ് പറയാം, ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ ചെക്ക് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ കേസുകളൊന്നുമില്ല. പക്ഷെ മാർക്കില്ല, ഇതൊരു അസസ്മെൻ്റ് അല്ല, നിങ്ങളുടെ വർക്ക് നിങ്ങൾ തന്നെയാണ് ചെയ്തതെന്ന് ചെക്ക് ചെയ്യൽ മാത്രമാണ് മെയിൻ മാർക്ക്. അതായത് IGCയിലെ GIC1ൻ്റെ മാർക്ക് ശേഷം ഡിക്ലെയർ ചെയ്യും. അതിന് ഈ സ്റ്റെപ്പ് കൂടെ കഴിയണം എന്ന് മാത്രം. മൊബൈലിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ലാപ്ടോപ്പ് ഇല്ല. ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾക്ക് മൊബൈലിലും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ ഈ ഇൻ്റർവ്യൂ പ്ലാറ്റ്ഫോം ഏതാണോ അത് നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുക. ചിലപ്പോൾ സൂം ആയിരിക്കും, സ്കൈപ്പ് ആയിരിക്കും, ഗൂഗിൾ മീറ്റ് ആയിരിക്കും, വാട്ടെവർ. അത് നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുക. ഇത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയും ഏത് പ്ലാറ്റ്ഫോമിലാണ് അത് നിർത്തത്. അത് നേരത്തെ തയ്യാറാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. ബട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ ഈ ഇൻ്റർവ്യൂയുടെ സമയത്ത് ഓപ്പൺ ചെയ്യുന്ന നേരത്ത് ആ സമയത്തായിരിക്കും അപ്ഡേറ്റ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് വരും. അപ്പോൾ ആ സമയത്ത് അപ്ഡേറ്റ് വരുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അത് അപ്ഡേറ്റ് ചെയ്യാം. ബട്ട് ആ മൊമെൻറ്റിലായിരിക്കും അപ്പുറത്ത് ഇൻ്റർവ്യൂവറും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇൻ്റർവ്യൂവറെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം ഒരു ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഒരു മോർണിംഗ് ഒരു 10ഓ 15ഓ ഇൻ്റർവ്യൂ ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അതിനൊക്കെ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളായിരിക്കും ഇയാൾ ടൈം സ്കെയിൽ വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാളത് മിസ്സാകുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ നില മാറും, അയാൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി മാറും ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് വലിയ ഡിലേ ഒക്കെ വരുമ്പോൾ നിങ്ങളുടെ ഒരു മാനസിക സ്ഥിതിയും മാറാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളുടെ കോൺഫിഡൻസിനെയൊക്കെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അതൊക്കെ ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് നേരത്തെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ റെഡിയാക്കി ഇൻ്റർനെറ്റൊക്കെ റെഡിയാക്കിയിട്ട് വെക്കുക. ഇതിനൊരു അഡ്വൈസ് തരാനുള്ളത്, ആസ് പെർ ദ ഗൈഡാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. നിങ്ങൾ നേരത്തെ തന്നെ പ്രിപ്പയർ ആവുക. ഈ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാം സമയത്ത് അതിൻ്റെ ടൈമിൽ നിങ്ങളുടെ ഇപ്പോൾ ചില ആളുകൾ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വർക്കിംഗ് ടൈമിലാണ് നിങ്ങൾ ഇതെന്നുണ്ടെങ്കിൽ അത് ക്ലാഷ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നേരത്തെ തന്നെ വിളിച്ചിട്ട് ഈ ടൈം മാറ്റാൻ പറ്റുമോ എന്നുള്ളത് അന്വേഷിക്കാം. കാര്യം നിങ്ങൾക്കും കൺവീനിയൻ്റ് ആകുന്ന, ഇൻ്റർവ്യൂവറിനും കൺവീനിയൻ്റ് ആവുന്ന ഒരു ടൈമിനാണ് ഇത് എന്ത് ചെയ്യേണ്ടത്, കണ്ടക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരോട് പറയാവുന്നതാണ്. അതേപോലെ തന്നെയാണ് ഇനി മാറ്റാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിട്ട് സംസാരിച്ചിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുക. നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ടൈം എടുത്ത് ആൻസർ പറഞ്ഞാൽ മതി. ചില ആളുകളുണ്ട് ഭയങ്കരമായ റഷ് ചെയ്യും ആൻസറിലേക്ക്, പെട്ടെന്ന് ആൻസർ പറയണോ. ഇപ്പോൾ നമ്മളൊരു കാര്യം പറയാറില്ലല്ലോ, ഈ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ക്ലോസിങ് ഇൻ്റർവ്യൂ ജോബ് ഇൻ്റർവ്യൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇയാളുടെ എന്ത് ചെയ്യാം, ഇയാളുടെ ഒരു സ്കില്ലും ഇയാളുടെ ഒരു പെർഫോമൻസ് ഒക്കെ കാണിച്ച് ഒരു ഇൻ്റർവ്യൂവറെ എംപ്രസ് ചെയ്യിക്കേണ്ടി വരും ആ ഒരു ജോബ് കിട്ടാനായിട്ട് ഒരു പക്ഷേ. അപ്പോൾ അതിനുള്ള ഒരു ത്വരയുണ്ടാവും. യഥാർത്ഥത്തിൽ ഇവിടെ നിങ്ങൾ ഇൻ്റർവ്യൂവോടെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആക്ഷനും എടുക്കരുത്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ കാമായിട്ട്, വളരെ ഓണസ്റ്റായിട്ട് നിങ്ങൾ ക്ലിയറായിട്ട് ആൻസർ പറയാമെന്നുള്ള. അപ്പം ടൈം എടുക്കുക. ഒരു ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾക്ക് ആ ചോദ്യം മനസ്സിലായിട്ടില്ലെങ്കിൽ ആളോട് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം.
അപ്പോൾ ആൾ റിപ്പീറ്റ് ചെയ്തിട്ട് ആൻസർ ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് ടൈം എടുത്ത് ചിന്തിച്ച് നിങ്ങൾ ആൻസർ പറയാം. അപ്പോൾ ആൻസർ പറയുമ്പോൾ ഗസ് ചെയ്യുന്നതൊക്കെ ഒഴിവാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സിനാരിയോ അറിയാത്ത പോലെ പറയാതിരിക്കുക. ഐ മീൻ സിനാരിയോ അറിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ആൻസർ പറയേണ്ടത്. സിനാരിയോയിൽ ഇല്ലാത്ത കാര്യം അതിൽ അവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയാം. അപ്പോൾ ആ കേസസുകളൊക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ സിനാരിയോ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. പിന്നെ ആൻസറിന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, നിങ്ങളെല്ലാ ആൻസറും നിങ്ങൾ ബൈ ഹാർട്ടായി പഠിക്കേണ്ട ആവശ്യമില്ല. ആരോ ഒരാൾ ചോദിച്ചിരുന്നു, കമൻറ്റിലാണ് തോന്നുന്നുണ്ട്, ഞാൻ പറയുന്നത് ആൻസറിൽ എഴുതി അതേപോലെ പറയണമെന്ന്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആൻസർ കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. പകരം നിങ്ങൾ ആൻസർ എഴുതിയ രീതിയും നിങ്ങൾ ആൻസർ എഴുതിയതിൻ്റെ റീസണും ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. എക്സാം നിങ്ങൾ തന്നെയാണ് എഴുതിയത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ക്ലോസിംഗ് ഇൻ്റർവ്യൂ ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. എക്സാമിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തേക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു മെത്തേഡാണ്. എന്താ വെച്ചാൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റിയും നിങ്ങളുടെ ഓഡിയോ ക്വാളിറ്റിയും ഒക്കെ എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്, നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ എത്രത്തോളം ക്ലാരിറ്റിയിൽ എൻ്റെ ഓഡിയോ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെയാണ് ഇൻ്റർവ്യൂയുടെ സമയത്തും. അപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ അത് നേരത്തെ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ അതൊന്നും വലിയ ചടങ്ങുള്ള കാര്യമില്ല. അപ്പം നമുക്ക് ഒരു ഈ വീഡിയോ കാണിക്കുമ്പോഴും ഐ ഡി കാണിക്കുമ്പോഴും ഇപ്പോൾ ചില ആളുകളൊക്കെ ഐ ഡി കാണിക്കുമ്പോൾ മനസ്സിലാകില്ല. നമ്മൾ ഈ ഇൻ്റർവ്യൂവറെ സംബന്ധിച്ചിടത്തോളം ആളുടെ പേര് നമുക്ക് ക്ലിയർ ആയിട്ട് കാണണം, ഫോട്ടോ ക്ലിയർ ആയിട്ട് കാണണം. എന്നിട്ട് ഇയാൾ നമ്മളെ ലിസ്റ്റിലുള്ള പേരും അയാളുടെ നിലവിലുള്ള ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് ഇത് ഒരേ ആളാണ് എന്ന് ഉറപ്പ് വരുത്തണം. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ക്ലാരിറ്റി ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓഡിയോ ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇത് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. പിന്നെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വയേർഡ് മൈക്രോഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഓഡിയോക്ക് നല്ല ക്വാളിറ്റി ഉണ്ടാവുക. നിങ്ങളുടെ ബ്ലൂടൂത്ത് ഇനി എത്ര ഹൈ എൻഡ് സാധനമാണെന്നുണ്ടെങ്കിലും അതിനേക്കാൾ ക്വാളിറ്റി ഈ ട്രാൻസ്മിഷൻ്റെ സമയത്ത്, അതായത് നമ്മൾ ഓൺലൈൻ കോളൊക്കെ നടത്തുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് വയേർഡ് കണക്ഷനാണ്. അപ്പോൾ അത് അറേഞ്ച് ചെയ്യാൻ അതുണ്ടെങ്കിൽ അതാണ് നല്ലത്. അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് സാറേ നല്ലത്. ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ആ സാറേ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മളൊരു ക്ലോസ്ഡ് റൂമിലാവണം അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്റെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോ യുഎയിലാണ്. ഇപ്പൊ എനിക്ക് റൂമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബെഡ് സ്പേസ് ആണ്, ഒരു 7-8 പേരുള്ള റൂമാണ്. അപ്പൊ ഇൻ കേസ് വർക്ക് ഇന്റർവ്യൂ നടക്കുന്ന ടൈമില് ആരെങ്കിലും കേറി വന്നാലൊക്കെ വിഷയം ഉണ്ടോ അത്? യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ അനബോഷിച്ച് ഗൈഡിൽ ചില എക്സംഷൻസ് പറയുന്നുണ്ട്. എക്സംഷൻ ഇങ്ങനെയല്ല, ഈ കേസല്ല പറയുന്നത്. എക്സംഷൻ ഇപ്പോൾ ഒരു കുട്ടീനെ നോക്കണം, അയാളുടെ നിർബന്ധമാണ്, അല്ലെങ്കിൽ വേറെ ആളെ എന്തെങ്കിലുമൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അയാളെ ടേക്ക് കെയർ ആണ്, അങ്ങനത്തെ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാണെങ്കിൽ വേറെ ആളും കൂടെ ഉണ്ടാവുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ബട്ട് അതേസമയം നിങ്ങൾ ഈ കാര്യം ഇൻസ്റ്റിറ്റ്യൂട്ടിനായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കണം. ഓക്കെ, എന്നിട്ട് പറയണം ഇങ്ങനത്താണ് എൻ്റെ സിറ്റുവേഷൻ, ഇങ്ങനെയാണ് അത് മറ്റ് മാൽ പ്രാക്ടീസ് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ബട്ട് എൻ്റെ സിറ്റുവേഷൻ മാക്സിമം ഇത് ചെയ്യും, ബട്ട് എൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നേരത്തെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിനായിട്ട് പറഞ്ഞിട്ട് കൺസെൻറ്റ് വാങ്ങിയാൽ നോ പ്രോബ്ലം. നമുക്ക് എന്താ അതാണ്. സംഭവം എന്ന് വെച്ചാൽ സാറേ, ഉം, ഓഫീസിൽ എന്തായാലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഗ്യാസ് പ്ലാന്റിലാണ് വർക്ക് ചെയ്യുന്നത്, അഡ്നോക്കില്. ഉം, അപ്പൊ അവിടെ ആ ക്യാമറ ഫോണും ലാപ്പും ഒന്നും അലൗഡ് അല്ല. അപ്പൊ ഓക്കെ. എനിക്ക് ആ ദിവസം ലീവ് എടുത്താലേ ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഓക്കെ ഞാൻ ചോദിക്കാൻ കാരണം. ഓക്കെ അത് ഇത് തന്നെയാണ് ഏറ്റവും നല്ല ഇത്. ജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അറിയിച്ചാൽ മതി. അപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റിറ്റ്യൂട്ടിന് പോളിസി, അതായത് നെബോഷ് എന്താണോ അഡ്വൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്നത് അത് നടത്തിയിരിക്കണം എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു പക്ഷേ നിങ്ങൾക്കൊരു റിട്ടേൺ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും തരാൻ പറ്റില്ല, ദാറ്റ് ഈസ് ഓക്കെ എന്നൊന്നും. ബട്ട് അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ് യഥാർത്ഥത്തിൽ. അപ്പം ഇപ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്ന ആളുകൾക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓണേഴ്സിനും ഈവൻ നെബോഷ് ഒഫീഷ്യൽസിനും എല്ലാം ഒരു വർക്ക് ഫോഴ്സിൻ്റെ സിറ്റുവേഷൻ അറിയും. അപ്പോൾ അവർ മാക്സിമം നമുക്ക് എന്താണോ അവിടെ അവൈലബിൾ ആകുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്താണോ മാക്സിമം ഈ പോളിസി, എന്താ പറയുക, ആ പോളിസി അലൈൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ളത് മാത്രം. ഓക്കെ, സോ ദാറ്റ് ഈസ് എല്ലാം ഓക്കെ എന്നല്ല, ബട്ട് ഡിസ്കസ് ചെയ്താൽ അത് ഓക്കെയാണ്. ഐ ഡി കാർഡ്
പിന്നെ ചില ആളുകൾക്ക് ഏത് ഐ ഡി കാർഡ് വേണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾ രജിസ്ട്രേഷൻ യൂസ് ചെയ്ത ഐ ഡി ആണെങ്കിൽ അതാണ് ബെസ്റ്റ്. ഇനി വേറെ ഏത് ഐ ഡി ആണെങ്കിലും ഓക്കെയാണ്. ചില സ്പെഷ്യൽ ഐ ഡികളൊക്കെ ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ അത് നെയിം ചെയ്യണമെന്നില്ല. ഏതെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഐ ഡികളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നേരത്തെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചോദിച്ചിട്ട് ഈ ഐ ഡി ഓക്കെ ആണോ എന്നുള്ളത് കൺഫേം ആക്കിയിട്ട് എന്ത് ചെയ്യാം, ഇത് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് യൂസ് ചെയ്യാം. എക്സാമിൻ്റെ ദിവസം ലീവ് എടുക്കാൻ പറ്റുമെങ്കിൽ ലീവ് എടുക്കണം. അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഒരു 10-15 മിനിറ്റിൻ്റെ കേസാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ചില ആളുകൾക്ക് സൈറ്റിലായിരിക്കും, സൈറ്റിലൊക്കെ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ഭയങ്കര നോയ്സൊക്കെ ബുദ്ധിമുട്ട്, ഇൻ്റർവ്യൂവറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത് ഈ സൈറ്റിൽ നിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ ഇങ്ങനെ അപ്പോൾ ആ സൈറ്റിലെ സിറ്റുവേഷൻസ് അനുസരിച്ച് മാറൊക്കെ വേണ്ടി വരും. ഈവൻ ദെയർ ഇൻ ഓഫീസ് ചിലപ്പോൾ ഇൻ്റർനെറ്റ് ഇഷ്യൂസുകളൊക്കെ വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട് സൈറ്റിലൊക്കെ ആവുന്ന സമയത്ത്. പിന്നെ അത് റീഷെഡ്യൂളൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ലീവ് ഉണ്ട്, ആ ലീവ് എപ്പോഴെങ്കിലും എടുക്കണം എന്നുള്ളൊക്കെ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എടുക്കുക, ക്ലോസിംഗ് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എടുക്കാം. ഇനി ലീവ് ഇല്ലാത്ത ഒരാളെങ്കിൽ പിന്നെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല, അയാൾ സൈറ്റിൽ പോയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ എന്താണോ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് നോക്കിയിട്ട് അത് ചെയ്യാം. ബട്ട് അത് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡിസ്കസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ. ഇൻ്റർവ്യൂയുടെ സമയത്ത് ഓണസ്റ്റ് ആയിട്ട് ഗസ് ചെയ്യാതെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ആൻസേഴ്സ് പറയുക. എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോകുന്നത്? ഈ സാറേ ഒരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോ. ഇൻ കേസ് സിഗ്നല് കട്ടായി കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ റീകണക്ട് ചെയ്യാൻ പറ്റുമോ? യെസ്, റീകണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് റീകണക്ട് ചെയ്തിട്ട് ഒരു പക്ഷേ അതിൻ്റെ കണ്ടിന്യൂഷൻ നഷ്ടപ്പെട്ടില്ലെങ്കിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അത് ഭയങ്കര കണ്ടിന്യൂഷൻ നഷ്ടപ്പെട്ടു എങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, റീഷെഡ്യൂൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാര്യം ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത കാൻഡിഡേറ്റ്, അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത കാൻഡിഡേറ്റ് വെയിറ്റിങ്ങിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈം സ്ലോട്ടിൻ്റെ ഉള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അത് റീഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഓപ്ഷൻ ഉള്ളത്. അതെന്തായാലും ഇൻസ്റ്റിറ്റ്യൂട്ട് റീഷെഡ്യൂൾ ചെയ്യും. ഇനി ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിന് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ, നിങ്ങളുടെ ആൻസർ പേപ്പറിൽ നിന്ന് ഇൻ്റർവ്യൂവർ ഒരു പോയിൻ്റ് എടുക്കും, അല്ലെങ്കിൽ 2 പോയിൻ്റ് എടുക്കും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും, ഈ പോയിന്റുകൾ ഈ ക്വസ്റ്റ്യന് സൂട്ടബിൾ ആണ് എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് തോന്നുന്നു? വൈ ഡു യു തിങ്ക് ദീസ് പോയിന്റ് ആർ സൂട്ടബിൾ ടു ദിസ് ടാസ്ക്? അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ എഴുതിയതും നിങ്ങൾ സിനാരിയോയിലുള്ളതും മാത്രം പറഞ്ഞാൽ മതി. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമല്ല ചോദിക്കുന്നത്. അതായത് ഇങ്ങനത്തെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചില ആളുകൾ ഇപ്പം ഓൾറെഡി ഇപ്പോൾ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകളും ഈ സേഫ്റ്റി നോളജ് ഉള്ള ആളുകളൊക്കെ ആകുമ്പോൾ അയാളുടെ ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇപ്പം നമ്മളൊരു സിമ്പിൾ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ പോലും അയാൾ കണക്കാക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് കരുതും. കുറേ ആളുകൾ കരുതും. കാരണം ആ രൂപത്തിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഇപ്പം ഈ ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുള്ളത് ഇൻ്റർവ്യൂവേഴ്സിന് കിട്ടുന്ന എന്താണ് ഗൈഡാണ്. ഇൻ്റർവ്യൂവേഴ്സിന് സ്പെസിഫിക് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻ്റെ ബേസിൽ മാത്രമേ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ചില ചോദ്യങ്ങളൊന്നും ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്ന ഇൻ്റർവ്യൂവേഴ്സിന് ഒരു ലോജിക് ഉണ്ടാവില്ല. പക്ഷെ അത് ചോദിക്കണം. അപ്പം അതിന് വളരെ സിമ്പിളായിട്ടുള്ള ഉത്തരമായിരിക്കും, അതിന് വലിയ ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ബട്ട് ഈ ചോദ്യം കേൾക്കുന്ന ആൾ വിചാരിക്കും ഇതിലെന്തോ ചിന്തിക്കണം, കാരണം മറ്റേ ഉത്തരം ഭയങ്കര ഈസിയുള്ള ഉത്തരമാണ്, അത് ഒരിക്കലും ആവില്ല ചോദിക്കുന്നത് എന്ന് കരുതും. ബട്ട് നിങ്ങളങ്ങനെ കരുതരുത്. നിങ്ങൾ വളരെ സിമ്പിളായിട്ട് എന്താണോ അതിനൊരു സിമ്പിൾ ഉത്തരം, ആ സിമ്പിൾ ഉത്തരം പറയാം. അപ്പം ഞാനത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, ഓക്കെ, ഒരു റെക്കമെൻഡേഷൻ 164 ചില പ്രധാനപ്പെട്ട എംപ്ലോയേഴ്സ് ഡ്യൂട്ടീസ് ഒന്നും ഒബ്ലിഗേറ്റ് ചെയ്തിട്ടില്ല ഈ കമ്പനിയിൽ. അതിൽ പെട്ട ഒന്നാണ് സേഫ് വർക്ക് പ്ലേസ് കൊടുത്തിട്ടില്ല, മറ്റൊന്നാണ് സേഫ് മെഷീനറി കൊടുത്തിട്ടില്ല. എന്നിട്ട് നിങ്ങളോട് ചോദിക്കാൻ, വൈ ഡു യു തിങ്ക് ദീസ് പോയിന്റ്സ് ആർ സ്യൂട്ടബിൾ? അപ്പോൾ നിങ്ങൾ കുറേ ആലോചിക്കൊന്നും വേണ്ട. ഓക്കെ, സേഫ് വർക്ക് പ്ലേസ് കൊടുത്തിട്ടില്ല എന്ന് പറയാൻ സിനാരിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ആക്സിഡൻറ്റ് സംഭവിച്ചത് സേഫ് വർക്ക് പ്ലേസ് കൊടുക്കാതിട്ടാണ്. അതേപോലെ തന്നെ സിനാരിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഒരു മെഷീനറീസിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് നിയർ മിസ് ഉണ്ടായി, അല്ലെങ്കിൽ മെഷീനറീസ് ബന്ധപ്പെട്ട് ഒരു നിയർ മിസ് ഉണ്ടായി. നിയർ മിസ്സിങ് ഉണ്ടാവുന്നത് അവിടുത്തെ മെഷീനറി സേഫ് അല്ലാത്തത് കൊണ്ടാണ്. ഒരു പക്ഷേ നാളത് ആക്സിഡൻറ്റിലേക്ക് എത്താം. അപ്പോൾ സിനാരി അറിയുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ പറയാൻ പറ്റി, അത്രയേ ഉള്ളത്.
പക്ഷെ അതിന് വേറെ വലിയ അർത്ഥങ്ങളോ ബാക്കി നിങ്ങൾ ILO കൺവെൻഷൻ റെക്കമെൻഡേഷൻ 164 ഏത് ആർട്ടിക്കിളാണ് അല്ലെങ്കിൽ ഏത് റെക്കമെൻഡേഷൻ നമ്പറാണ് അതൊന്നും ഇവിടെ ചോദ്യമേ അല്ല. അങ്ങനത്തെ ഒരു ഡീപ്പ് നോളജ് ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടിയല്ല ക്ലോസിംഗ് ഇൻ്റർവ്യൂ. ദെൻ അതേപോലെ തന്നെ ചോദ്യം ചോദിക്കാം, എക്സ്പ്ലെയിൻ വൈ യു ഹാവ് മെയ്ഡ് ദിസ് പോയിന്റ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഉത്തരം പറഞ്ഞത്? അപ്പോൾ നിങ്ങൾ പറയാം, ഓക്കെ സിനാരിയോയിൽ ദിസ് ആൻഡ് ദാറ്റ് ഉണ്ട്, അതുകൊണ്ട് നമ്മളെ സിലബസിൽ ദിസ് ആൻഡ് ദാറ്റ് ഉണ്ട്, അതുകൊണ്ട് ഇതെനിക്ക് റെലവൻ്റ് ആയിട്ട് തോന്നി. ദെൻ അടുത്തൊരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളത്, വിച്ച് വൺ ഡു യു തിങ്ക് ഈസ് ദ ബെസ്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ? ചില കാര്യങ്ങൾ പറയുമ്പോൾ ഏറ്റവും നല്ല പോയിന്റ് ഏതാണെന്ന് ചോദിക്കും. അങ്ങനെ ചോദ്യത്തിന് നിങ്ങൾ പറയുന്ന ഉത്തരം ഏതും ആയിക്കോട്ടെ അത് ശരിയാണ്, ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഈസ് വൈ, എന്തുകൊണ്ട് എന്ന് ചോദിക്കും അത് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നിടത്ത് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങളുടെ ഒരു പെർസെപ്ഷൻ, നിങ്ങൾക്ക് എത്രത്തോളം ഈ സിനാരിയെക്കുറിച്ച് അറിയും, നിങ്ങൾ എഴുതിയ ആൻസറിനെ കുറിച്ച് അറിയും, ഈ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റവും ഇതെങ്ങനെയാണ് ഓരോന്നും റിലേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അറിയും, സിലബസിനെ കുറിച്ച് അറിയും എന്ന് മാത്രമായിരിക്കും ഇൻ്റർവ്യൂവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ഞാൻ വീണ്ടും പറയുന്നു, 3 ചോദ്യമാണ് ഇതേപോലെ ചോദിക്കുക. നിങ്ങൾ എഴുതിയ ആൻസറും, നിങ്ങൾ എഴുതിയ ആൻസറിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ പോയിന്റിലേക്കും ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കോൺഫിഡൻസ് വരും. അത്രയേ ഉള്ളൂ ക്ലോസിംഗ് ഇൻ്റർവ്യൂ. ഓക്കെ, അപ്പൊ അതായത് നമ്മുടെ 9 ടാസ്കും നമ്മളൊന്ന് ഗോ ത്രൂ ചെയ്യണം അല്ലെ? യെസ്, 9 ടാസ്കും അത് സിനാരിയോയും 9 ടാസ്കിന് എഴുതിയ ആൻസറും വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടെ റീവിസിറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളതും അതിനുള്ള ഒരു ഇതേപോലത്തെ റീസണിങ്ങും നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. ഇനി ഈ ബാച്ചിൽ എക്സാം എഴുതിയ ലേണിംഗ് ക്ലബ്ബിലുള്ള ആളുകളോട്, ഓക്കെ എൻ്റെ ലേണിംഗ് ക്ലബ്ബ് ജോയിൻ ചെയ്യാൻ വേണമെങ്കിൽ എൻ്റെ നമ്പർ എവിടെയും കൊടുക്കാം. യൂട്യൂബിൽ ശേഷം കാണുന്നവരോടാണ് പറയുന്നത്, എൻ്റെ ലേണിംഗ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഈ ബാച്ചിൽ പർട്ടിക്കുലർ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ശേഷം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഹാപ്പി ലേണിംഗ്.